ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ അധരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ സന്നിധിയിൽ സ്വീകാര്യമാകുമാറാകട്ടെ. എൻ്റെ പേര് ജിജി പോൾ. ഞാൻ കളമശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവാംഗമാണ്. ഞാൻ 2019 ജൂലൈ 10 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് നാട്ടിലോട്ട് 2014 വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ പഠിക്കുമായിരുന്നു. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല കഷ്ടപ്പാടുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഒരു ആൻറ്റി പറഞ്ഞു, കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം വലിയൊരു ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ചെറുതും വലുതുമായ ക്രമീകരണങ്ങൾ ദൈവം നടത്തി തരുന്നുണ്ടായിരുന്നു. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങളൊരു 8 വർഷമായിട്ട് ഒരു സ്ഥലം വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് സെറ്റാവും എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് ഇട്ടിരുന്നത്. അവിടുന്ന് പോരുന്നതിന് മുമ്പേ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു സ്ഥലം വിൽക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്താൽ സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കച്ചവടം നടക്കാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്ഥലത്തിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി നടക്കുമായിരുന്നു. അങ്ങനെ ഒരു പാർട്ടി, കുറേ ആളുകൾ വന്നു പോയി. അപ്പോൾ ഒരു 2 അഡ്വക്കേറ്റ്സാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അഡ്വക്കേറ്റ്സാണ്. അവർ വന്ന് സ്ഥലം എടുക്കാനായിട്ട് എഗ്രിമെൻറ്റ് ചെയ്തു. മറ്റൊരു മതത്തിൽപ്പെട്ടവരുമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളപ്പം വലിയ സന്തോഷമൊക്കെ ആയി, എല്ലാ കാര്യങ്ങളും സെറ്റാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അവർ സ്ഥലം എടുക്കാനായിട്ട് വന്നു. എഗ്രിമെൻറ്റ് കഴിഞ്ഞു. അവരൊരു 15 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു. അപ്പോൾ അതൊക്കെ വെച്ചു. 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ നല്ല എല്ലാം സെറ്റായി, പിള്ളേരുടെ കാര്യങ്ങളും പഠിത്തത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ എല്ലാം ഓക്കെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ 6 മാസം അടുത്ത് ഞങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വന്നപ്പോൾ ഇടയ്ക്ക് ഏജൻറ്റിനെയൊക്കെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഓക്കെ ആയിട്ട് പോവാണ്. അത് കഴിഞ്ഞ് ഈ ഡേറ്റ് എടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇന്ന് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഡേറ്റ് എങ്കിൽ ഇന്നൊക്കെ ഞങ്ങളെല്ലാം കരാടയ്ക്കലും അതിൻ്റെ എല്ലാം പേപ്പറുകൾ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിരിക്കുക. പക്ഷേ അതിൻ്റെ തലേ ദിവസം പോലും ഇവരിൽ നിന്ന് ഞങ്ങൾക്കൊരു കോള് വരുന്നില്ല. അപ്പോൾ ഏജൻറ്റിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ വളരെ കൂളായിട്ട് ഞങ്ങളോട് പറയുമായിരുന്നു, അത് അവർക്ക് പൈസ സെറ്റായിട്ടില്ല, അതുകൊണ്ടാണ് അവരെടുക്കില്ല എന്ന്. യാതൊരുവിധ ഇൻഫോർമേഷനും അതിനു മുമ്പ് തരാതെ ഞങ്ങളോട് അങ്ങനെയാണ് അന്നേരം സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അഡ്വക്കേറ്റിനെ വിളിച്ചു. എന്താണ് അങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരെടുത്തില്ല ഫോണ്. അതാണ്, അവർ ഫോണേ എടുത്തില്ല 5-8 പ്രാവശ്യം വിളിച്ചിട്ട്. അപ്പം ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കണ്ട് എഗ്രിമെൻറ്റ് പേപ്പറെല്ലാം കാണിച്ചു. അച്ഛൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ഒരു കാശ് രൂപ ഞങ്ങൾക്ക് തന്നിരുന്നു. അത് ഞങ്ങൾ ആ സ്ഥലത്ത് കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഇടയ്ക്കെല്ലാം അവിടെ പോയി ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്തു. അപ്പോഴും കാര്യങ്ങൾ നടക്കുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോർട്ടിൽ നിന്നൊരു പേപ്പർ വരുവാണ്. അതായത് ആദ്യമായിട്ടാണ് ഒരു കേസിൻ്റെ പേപ്പറുകളൊക്കെ നമ്മൾ കാണുന്നത് തന്നെ. അത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്, സിവിൽ കേസാണ്, നിങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് സ്ഥലം രജിസ്റ്റർ ചെയ്ത് തന്നില്ല എന്നും പറഞ്ഞ് ഇവർ കേസ് കൊടുത്തു. അപ്പോൾ അഡ്വക്കേറ്റ്സ് ആയതുകൊണ്ട് അവർക്കെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു കേസിൽ പെട്ടു, കള്ളക്കേസിൽ പെട്ടു. എന്നിട്ടും ഞങ്ങൾ അത് പിന്നെയും ഇവരുമായിട്ട് വിളിച്ചു. അത് ഇങ്ങനെ കേസിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് അഡ്വാൻസ് അല്ലേ, അത് ഞങ്ങൾ തിരിച്ചു തന്നാളാം, എന്തിനാണ് കേസ് കൊടുത്തത് എന്നൊക്കെ ഇവരുടെ ഫാദറിനെയൊക്കെ ഒന്ന് വിളിച്ച് നമ്മൾ വളരെ സമാധാനപരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും അവരതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് നിന്നു. അവർ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കേസ് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും വചനമൊക്കെ പറഞ്ഞ് രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവരെല്ലാവരെയും അവരുടെ പേര് പറഞ്ഞ് അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്നും തിരുരക്തം കൊണ്ട് കഴുകണമെന്നും ഒക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നു. കുറേ ദിവസം കഴിഞ്ഞ് ഒരു 10 മാസമൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങളും അപ്പോൾ വിചാരിച്ചു നമുക്കും ഒരു അഡ്വക്കേറ്റിനെ വെക്കാം എന്ന് ഞങ്ങളും വെച്ചു. അതായത് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിനെ പ്രതി നമ്മളൊരു കേസിൽ പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങളൊരു അഡ്വക്കേറ്റിനെ വെച്ചു. അപ്പം ഇങ്ങനെ ഈ കേസ് ഡേറ്റ് മാറി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു 11 മാസം
10 മാസമൊക്കെ ആയിപ്പോൾ അവരിൽ നിന്നൊരു കോള് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഡ്വക്കേറ്റിന് വരുവാണ്. ഞങ്ങൾക്കിത് ഇങ്ങനെ മുന്നോട്ടൊന്നും പോകാൻ താല്പര്യമൊന്നുമില്ല, അഡ്വാൻസ് മാത്രം തന്നാൽ മതി, ഞങ്ങൾക്ക് വേറെ ഒരു പൈസയും വേണ്ട. ആക്ച്വലി അവർ പറഞ്ഞിരുന്നത് ഈ 15 lakhs പകരം അവർക്ക് 19 lakhs വേണമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ഇതിൻ്റെ പലിശയെല്ലാം കൂടെയും കൂട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എത്ര പൈസയാണോ തന്നിരുന്നത് അത്രയും പൈസ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ മാസം തന്നെ യാതൊരുവിധ കോർട്ടിൽ പോലും കയറേണ്ട കാര്യം വന്നില്ല. അതൊരു മീഡിയേഷനിൽ ഞങ്ങൾ അന്നേ ദിവസം തന്നെ പൈസ തിരിച്ചു കൊടുത്ത് ഞങ്ങൾ ആ മീഡിയേഷനിൽ ആ കേസിൽ നിന്ന് ഞങ്ങൾ ഒഴിവായി. അത് ഞങ്ങൾക്ക് വളരെ ഒരു മനോവിഷമം ഉണ്ടാക്കിയ ടൈപ്പിലുള്ളൊരു കേസായിരുന്നു. ഞങ്ങൾക്ക് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യവും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത് ഇങ്ങനെ ഞങ്ങൾക്കൊരു തിന്മയായി ഭവിച്ചതിനാൽ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ അത് ദൈവം നന്മയ്ക്കായിട്ടാണ് ചെയ്തതെന്ന് തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 വർഷം, ആ 1.5 വർഷം, 1.25 വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്കെല്ലാം ഹയർ എഡ്യൂക്കേഷന് പുറത്ത് പോയി പഠിക്കേണ്ട സമയത്തൊക്കെ ഒരു പൈസയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ചെയ്യാനായിട്ട് അത് ഞങ്ങൾക്ക് മാതാവ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതിൽ നിന്ന് കേസിൽ നിന്നൊക്കെ ഞങ്ങൾ പിന്മാറി. ഈ ഇടയിലെല്ലാം ഞങ്ങൾ ഒത്തിരി വചനമാണ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ച സമയത്ത് തൊട്ട് ഈ കണ്ണടയ്ക്കുമ്പോൾ കണ്ണിലേക്കൊരു സ്പോട്ട് ലൈറ്റ്, അതൊരു ലൈറ്റ് ബ്ലൂ കളറിൽ ഒരു ലൈറ്റ് വരും കണ്ണടയ്ക്കുമ്പോൾ. അങ്ങനെ എപ്പോഴും വന്നുകൊണ്ടായിരുന്നു ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ്. അതൊരു 1-2 വർഷത്തേക്ക് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോൾ പ്രാർത്ഥിച്ചാലും കണ്ണടയ്ക്കുമ്പോൾ ഈ സ്പോട്ട് ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നും, ഒരു ബ്ലൂ കളറിൽ. അതങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ ഈ കേസിൽ നിന്ന് ഒഴിവായി. മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി മാധ്യസ്ഥ അപേക്ഷിച്ചിട്ടുണ്ട്. മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും പിള്ളേരുടെ കാര്യങ്ങളിലും എല്ലാം അനുഗ്രഹങ്ങൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനവും എന്നൊക്കെ പറയുന്നത്, ഞാൻ കാറ്റഗിസമൊക്കെ പഠിപ്പിക്കാനായിട്ട് ചേർന്നു. ഇതിൻ്റെ ഇടയിൽ ക്രിസ്റ്റീനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അന്നേരമൊക്കെ ഈ പിള്ളേരെയും കൊണ്ട് മാനസിക രോഗികളുടെ സെൻറ്ററിൽ പോവും സിസ്റ്റേഴ്സൊക്കെ നടത്തുന്നത്. കുട്ടികൾ അവിടെ ചെന്ന് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരും. പിന്നെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുപോകും. ഭക്ഷണമൊക്കെ കൊണ്ടുപോകും, പൊതിയൊക്കെ ആയിട്ട് അതെല്ലാം അവർക്ക് കൊടുക്കും. പിന്നെ ഈ മക്കൾ അവരുടെ മുമ്പിൽ ഡാൻസും പാട്ടുമൊക്കെ പാടി കളിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഓർഫനേജിലും അതുപോലെ തന്നെ പിള്ളേരെയും കൊണ്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹം, കൃപാസന പത്രം രാജഗിരി ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ലിസ്സി ഹോസ്പിറ്റലിലും മഞ്ഞമ്മൽ ഹോസ്പിറ്റലിലാണ് കൂടുതൽ കൊടുക്കാറ്. ചുമ്മാ കൊടുക്കാറില്ല. ഞാൻ ഇങ്ങനെ ഒരു മിനിറ്റ് ഇരുന്ന് ആരെങ്കിലും പോകുമ്പോഴൊന്ന് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ ആർക്കാണിത് കൊടുക്കേണ്ടതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണേ, എനിക്കറിയില്ല കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം എനിക്കിങ്ങനെ തോന്നുന്ന ഒരു വ്യക്തി എനിക്ക് പരിശുദ്ധാത്മാ പറഞ്ഞു തരാൻ പറയും. അപ്പോൾ അവർക്ക് മാത്രം കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കൊടുക്കാറ്. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന അഭിഷേക തൈലം എന്ന് പറയുന്നത്, എൻ്റെ മോളുടെ കുട്ടിക്ക് എപ്പോഴും അസുഖം വരുമ്പോൾ ഞങ്ങൾ ഈ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച്, അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ വായിൽ തേൻ ഒഴിച്ചു കൊടുക്കും. അവന് ഒരിക്കൽ ഒത്തിരി പനി കൂടിയിട്ട് ICUയിൽ കയറ്റണമെന്ന് പറഞ്ഞു. അപ്പം അവന് ICUയിൽ തണുപ്പ് പറ്റില്ല. അപ്പം ഞങ്ങൾ വേണ്ട എന്ന് റിജക്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുരിശ് നെറ്റിയിൽ എപ്പോഴും കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അവൻ്റെ വായിലേക്ക് തേനൊഴിച്ച് കൊടുത്ത് അവൻ ICUയിൽ കയറ്റാതെ അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് പോലും എന്ത് അസുഖം വന്നാലും ഞാൻ ഇച്ചിരി നേരം കിടക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മമ്മ നെറ്റിയിൽ കുരിശ് വരച്ച് തരാം, വായിൽ തേനൊഴിച്ച് തരാം, അപ്പം അത് മാറിക്കോളൂ എന്ന് പറയും. അപ്പോൾ കുട്ടിക്കും അതിൻ്റേതായ ഒരു വിശ്വാസത്തിൻ്റെ മേഖല വന്നിട്ടുണ്ട് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുപോലെ എൻ്റെ മോനും കോളേജിൽ പോകുന്നതിന് മുമ്പൊക്കെ എന്നും ഈ തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ വലിയൊരു സംരക്ഷണമാണത്. ശരിക്കും അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 5:7 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ
ജിജി പോൾ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു, തങ്ങൾക്ക് പണത്തിൻ്റെതായിട്ടുള്ള ഒരല്പം ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു സ്ഥലം വിറ്റുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. എന്നാൽ 8 വർഷമായിട്ട് ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. അതിനുശേഷം ഒരു വ്യക്തി അതെടുക്കുവാനായിട്ട് വരുന്നു. പക്ഷേ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം എഴുതിക്കുന്ന സമയത്ത് അവർ വരുന്നില്ല. അങ്ങനെ 15 ലക്ഷം രൂപ ഇവർ അഡ്വാൻസ് തുകയായിട്ട് വാങ്ങുന്നു. ഈ സമയത്ത് ഈ പണം കൊണ്ട് ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അതുപോലെ തന്നെ മക്കളുടെ പഠിപ്പിനുമൊക്കെ ഈ പണം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പക്ഷേ വസ്തു വിൽപ്പനയിലാകാതെ ഇവർ അല്പനാളുകൾക്ക് ശേഷം ഈ പണം തിരികെ കൊടുക്കേണ്ടി വരുന്നതായിട്ട്, അഡ്വാൻസ് തുക തിരികെ കൊടുക്കേണ്ടി വരുന്നതായിട്ട് ഈ സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം 1:5-7 നമ്മൾ വായിച്ചു കേട്ടതുപോലെ കർത്താവ് നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മൾ ഉത്കണ്ഠാകുലരാകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും പോരായ്മകളെയും ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവർക്കുണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥലം വിൽക്കാതെ തന്നെ നടന്നു മാറുകയും പിന്നീട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുകയും ആ പണം തിരികെ കൊടുക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്തുവെന്ന് ഇവർ പറഞ്ഞു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇവർ നിത്യേന ഇവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നുവെന്ന്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യം ഇവർക്ക് ലഭിച്ചു എന്നുള്ള വലിയ വിശ്വാസം ഈ സഹോദരിക്കും ഇവരുടെ കുടുംബത്തിലുള്ളവർക്കും ബോധ്യം വന്നു. ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും വിശുദ്ധിയോടും കൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഈ അൾത്താരയിൽ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ ഈ അൾത്താരയുടെ മുൻപിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ നിന്ന് സാക്ഷ്യം കൊടുക്കുമ്പോൾ നമ്മളും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിൽ പങ്കുകാരാവുകയാണ്. നമ്മളും ദൈവരാജ്യത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിൽ പങ്കുചേരുകയാണ്. പ്രിയമുള്ളവരെ, സാക്ഷ്യം പറയുമ്പോഴും ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷികളാകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും തിരിച്ചറിയുക, പരിശുദ്ധ അമ്മ നമ്മളുടെ വിശ്വാസ ജീവിതത്തെ മാനിക്കണമെങ്കിൽ നമ്മളുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കണം. ഉടമ്പടി ജീവിതം വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക്, വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്ക്, അവർക്ക് മാത്രമാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതെന്ന് അൽത്താരയിലെ സാക്ഷ്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തീവ്രമായിട്ടുള്ള വിശ്വാസത്തോടും തീക്ഷ്ണമായിട്ടുള്ള ജീവിത രീതിയോടും കൂടി നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ സഹോദരിയുടെ വിശ്വാസ ജീവിത സാക്ഷ്യം പ്രചോദകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തോട് ചേർത്തുകൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് മോനിഷ. ഞാൻ ഫോർട്ടുകൊച്ചി സാന്റിക്രൂസ് ബസിലിക്ക ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്ത് വരാനുണ്ടായ കാരണം തന്നെ പറയാം. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അതിൽ രണ്ടാമത്തെ മോനെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് വെറുതെ ഒരു സാക്ക് മാത്രമേ കാണുന്നുള്ളൂ, കുഞ്ഞിന് അവയവങ്ങളൊന്നും വന്നിട്ടില്ല, നിനക്ക് വയറുവേദന ഉണ്ടെന്ന് ചോദിച്ചു. ആ സമയത്ത് എനിക്ക് നല്ല വയറുവേദനയുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ ഈ കുഞ്ഞ് മിക്കവാറും അബോർഷനായി പോകും, ഇതിനെ കിട്ടാനൊരു ചാൻസും ഇല്ല. ആ സമയത്ത് വളരെയധികം സങ്കടപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. എൻ്റെ മോളാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചു ഒരു കുഞ്ഞു അവയെ കിട്ടാനും. ആ സമയത്ത് എൻ്റെ അലമാരി തുറന്നപ്പോൾ യാദൃശ്ചികമായാണ് ഞാൻ കൃപാസനം പേപ്പർ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഞാൻ ആ പേപ്പർ എടുത്ത് ഒരുപാട് സാക്ഷ്യങ്ങൾ വായിച്ചു. എനിക്ക് പരിശുദ്ധ അമ്മയിൽ ഒരുപാട് വിശ്വാസമുള്ള ആളാണ് കുഞ്ഞുനാൾ മുതൽ. ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രതീക്ഷ വരാൻ തുടങ്ങി. ഞാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഒരു സിസ്റ്ററെ എടുത്തത്. സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ സിസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ആരാ നിൻ്റെ കുഞ്ഞ് പോകുമെന്ന് പറഞ്ഞത്? ഒരു കുഴപ്പമുണ്ടാവില്ല, നിനക്കൊരു ആൺകുഞ്ഞായിരിക്കും, അവനെയും കൊണ്ട് നീ സാക്ഷ്യം പറയാൻ വന്നാൽ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചു. പിറ്റത്തെ സ്കാനിങ്ങിന് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, യാതൊരുവിധ കുഴപ്പമില്ല, കുഞ്ഞിന് വേണ്ട അവയവങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അങ്ങനെ ഇന്നവന് 5 വയസ്സുണ്ട്, കുഴപ്പമില്ലാതിരിക്കുന്നു.
എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ആ കുഞ്ഞിനെക്കുറിച്ച് തന്നെയാണ്. എൻ്റെ മോന് ഇടയ്ക്കിടയ്ക്ക് ഒരു 2 വയസ്സായപ്പോൾ മുതലേ നല്ലോണം കുത്തി ചുമ വരും. ചുമ എന്ന് പറഞ്ഞാൽ അവന് ചുമ വന്നാൽ ഭക്ഷണമൊന്നും കഴിക്കാതെ തീരെ കിടപ്പിലാവുമായിരുന്നു. കുഞ്ഞ് വളരെയധികം ക്ഷീണിച്ച് വല്ലാണ്ടായി പോകുമായിരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ ഇപ്പോഴും എന്നോട് പറയും, മമ്മി എനിക്ക് ചുമ വന്നിട്ട് തൊണ്ട ഇങ്ങനെ വേദന എടുക്കണം. ആ സമയത്തൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ആൻറ്റിബയോട്ടിക് തരും, അപ്പം തന്നെ മാറും. പിന്നെയും ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും അതേ ചുമ തന്നെ വരും. എൻ്റെ കുഞ്ഞ് കിടന്നു പോകുമെന്ന് പറഞ്ഞ ഒരു 3 ദിവസമൊക്കെ അങ്ങനെ കിടന്നു പോകും കുഞ്ഞ്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയമാണ്. എൻ്റെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഉടമ്പടി വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു 2019. ആ സമയത്ത് ഞാൻ ഉടമ്പടി ഒന്നും ചെയ്യില്ലായിരുന്നു, ചെയ്യാനുള്ള സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയ കാശ് രൂപം ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മോനി ചുമ വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ഉടമ്പടി കാശ് രൂപം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഡോക്ടർമാർക്കും മരുന്നിനൊന്നും എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന്. അന്ന് ഈ കാശ് രൂപം വെച്ച് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉടമ്പടി കൃത്യതയോടെ ചെയ്യാനും തുടങ്ങി. പിന്നെ എൻ്റെ മോൻ്റെ ചുമക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് വല്ലാത്തൊരു പ്രതീക്ഷ വരാൻ തുടങ്ങി, എൻ്റെ കുഞ്ഞിൻ്റെ ചുമ മാറും. ഞാനിത് സാക്ഷ്യം പറയും, ഡോക്ടർമാർക്കൊന്നും സുഖപ്പെടുത്താൻ പറ്റാത്ത എൻ്റെ കുഞ്ഞിൻ്റെ ഈ ചുമ അമ്മ മാതാവ് തന്നെ മാറ്റി തരുമെന്ന്. അങ്ങനെ കുറച്ച് നാൾ തന്നെ ഈ ചുമയായിട്ട് തന്നെ ഞങ്ങൾ മുമ്പിലേക്ക് പോയി. പക്ഷേ ഈ ചുമച്ചും കൊണ്ട് നിൽക്കണ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കൃപാസനം പേപ്പർ കൊടുക്കാൻ വേണ്ടി പോകും. തണുപ്പത്തും ആ തണുപ്പിലൊക്കെ ചെല്ലുമ്പോൾ കുഞ്ഞിന് വളരെയധികം ഭയങ്കര ശക്തമായിട്ട് കുഞ്ഞൻ ചുമക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറയും, അമ്മേ ഞാൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഞാൻ ചെയ്യണുണ്ട്, ഇനി നീ എൻ്റെ കുഞ്ഞിൻ്റെ ചുമ മാറ്റിത്താ. ആ ആൾക്കാരെ കയറി നിന്ന് ഞാൻ സാക്ഷ്യം പറയും. എൻ്റെ മോൻ രാത്രി ഒരു വെളുപ്പാവുമ്പോഴേക്കും 3 മണിക്കൊക്കെ ആകുമ്പോഴേക്കും കുത്തി ചുമ വന്ന് ഛർദ്ദിക്കാറുണ്ട്. ആ സമയത്ത് മരുന്നിനെ തേടിപ്പോകുന്ന ഞാൻ പിന്നീട് ഉടമ്പടി തൈലം എടുത്ത് അവൻ്റെ നെറ്റത്ത് തേക്കാൻ തുടങ്ങി. കുരിശ് വരച്ച് എപ്പോഴും ആ തൈലം തന്നെ തേക്കാൻ തുടങ്ങി. അങ്ങനെ 2 വർഷമായി. പിന്നെ എൻ്റെ കുഞ്ഞിന് ആ ചുമ വന്നിട്ടില്ല. പരിപൂർണമായി അമ്മ മാതാവ് യാതൊരു മരുന്നും ഇല്ലാതെ തന്നെ ഈ ഉടമ്പടി തൈലവും തേനും കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് പരിപൂർണ സൗഖ്യം കൊടുത്തു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, കോവിഡ് സമയത്ത് എൻ്റെ ഡാഡിക്ക് വളരെയധികം വിഷമസന്ധിയായി. എൻ്റെ ഡാഡിയെ ആംബുലൻസിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ആ സമയത്ത് ഞങ്ങളുടെ അയൽവക്കങ്ങളിലൊക്കെ ആംബുലൻസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ തിരിച്ചു വരുന്നത് മരിച്ച അവസ്ഥയിലാണ്. എൻ്റെ ഡാഡിയും അതുപോലൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി. പക്ഷേ ആദ്യമൊക്കെ തളർന്നു പോയെങ്കിലും അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മേ, ജീവനോടെ പോയ എൻ്റെ ഡാഡി തിരിച്ച് ആരോഗ്യമായിട്ട് തിരിച്ചു വരണം, യാതൊന്നും എനിക്ക് എൻ്റെ ഡാഡിയെക്കുറിച്ച് കേൾക്കാൻ വേണ്ട എന്ന് ഞാൻ പറയാൻ തുടങ്ങി. അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എനിക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും വല്ലാത്ത പേടിയും വരാൻ തുടങ്ങി. എൻ്റെ ഡാഡിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്ന്. പിന്നീട് മനസ്സിലൊരു ധൈര്യം വരാൻ തുടങ്ങി. എൻ്റെ ഡാഡി ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു, ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഡാഡിയെക്കുറിച്ച് തന്നെയാണ്. എൻ്റെ ഡാഡിയുടെ പാദത്തിലായിട്ട് ഒരു വലിയ മുഴ വന്നു. ആ മുഴയ്ക്ക് ഞാൻ ഉടമ്പടി തൈലം എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കുമായിരുന്നു. അത് പുരട്ടി ആ മുഴ ചെറുതായി. പക്ഷേ ചെറുതായപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ ഉടമ്പടി തൈലം തേച്ചത് കൊണ്ടായിരിക്കുമോ ഇത് ചെറുതാവാൻ തുടങ്ങിയത്, അല്ലാതെ നോർമലായിട്ട് ഇനി അത് മാറിപ്പോണതായിരിക്കുമോ. അന്ന് അങ്ങനെ എനിക്കൊരു അവിശ്വാസം തോന്നി. ആ മുഴ പിന്നീട് ഞാൻ ആ മുഴയിൽ ഉടമ്പടി തൈലം തേക്കാൻ തുടങ്ങിയപ്പോൾ ആ മുഴ വലുതാവാൻ തുടങ്ങി. വലുതായി അതൊരു നെല്ലിക്ക വലുപ്പത്തിലായി. വലുപ്പത്തിലായപ്പോൾ വീണ്ടും എനിക്ക് പേടിയായി. വീണ്ടും ഞാൻ പക്ഷേ ഉടമ്പടി തൈലം എന്നും തേക്കുമായിരുന്നു. എങ്കിലും എനിക്ക് അധികം വിശ്വാസമൊന്നും വരണില്ലായിരുന്നു.
ഒരു ദിവസം എൻ്റെ ബ്രദറ് എൻ്റെ ഡാഡിയുടെ കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഡാഡി ഞാൻ അന്നേ പറഞ്ഞതല്ലേ സർജറി ചെയ്യണമെന്ന്, സർജറി ചെയ്യാൻ ഡാഡി ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞ് ഡാഡിയായിട്ട് സർജറിക്ക് പോയി. ഡിസംബർ 2020 ഈ സംഭവം. അന്ന് ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ജാനുവരി ഫസ്റ്റ് വീക്കിൽ നമുക്ക് സർജറി ചെയ്യാം. അപ്പോൾ എനിക്ക് വീണ്ടും തോന്നി, ഇല്ല, ഇത് സർജറിക്ക് വേണ്ടി ഡാഡിക്ക് പോകേണ്ടി വരികയില്ല, ഈ അമ്മ ഇത് സുഖപ്പെടുത്തും, എൻ്റെ അവിശ്വാസം കാരണമാണ് ഇങ്ങനെ വന്നതെന്ന്. ഞാൻ വിശ്വാസത്തോടെ അമ്മയോട് മാപ്പ് ചോദിച്ച് വീണ്ടും ഞാൻ ആ തൈലം വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി 4 നേരം എൻ്റെ ഡാഡിയുടെ കാലിൽ ആ മുഴയിൽ തേച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറയും, അമ്മേ ഞാൻ അവിശ്വസിച്ചതിന് മാപ്പ് ചോദിക്കുന്നു, എനിക്ക് എൻ്റെ ഡാഡിയുടെ കാലിലെ മുഴ വറ്റിച്ച് തന്നാൽ ഞാൻ വരും കൃപാസനത്തെ സാക്ഷ്യം പറയാൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഡാഡിയുടെ മുഴ വറ്റിപ്പോയി, ആ കാല് പരിപൂർണമായി സുഖപ്പെട്ടു. പിന്നീടുള്ള സാക്ഷ്യം, എൻ്റെ ഡാഡിക്ക് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും വൈറൽ ഫീവർ വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും മാറി, കുഴപ്പമൊന്നുമില്ലാതെ. പക്ഷേ എൻ്റെ ഫാദറിന് വന്നത് വളരെ കടുത്തിട്ടായിരുന്നു. ശ്വാസം മുട്ടലായി, മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റായി. അങ്ങനെ ആളുടെ എക്സ്റേ എടുക്കേണ്ടി വന്നു. എക്സ്റേ എടുത്തപ്പോൾ ലങ്സ് ദ്രവിച്ചുകൊണ്ട് ഇരിക്കണ പോലത്തെ ശരീരം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. CT സ്കാനിലും എക്കോയിലൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടത്. അപ്പോൾ എൻ്റെ അമ്മയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിരുന്നത്. എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അമ്മയോട് പറ, അമ്മ എല്ലാത്തിലും ഇടപെടുമെന്ന്. വളരെയധികം സങ്കടത്തോടെ, അന്ന് ബുധനാഴ്ച ദിവസമാണ്. സാധാരണ ചൊവ്വാഴ്ച ദിവസം ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുന്ന ആളായിരുന്നു. ഡാഡി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബുധനാഴ്ച അമ്മയുടെ കോള് വന്നപ്പോൾ ഞാൻ ആരാധന, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചത്തെ കൂടാൻ തുടങ്ങി. എല്ലാ പ്രാവശ്യവും ധ്യാനത്തിനിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ ഇന്നെനിക്ക് വേണ്ട ഒരു സന്ദേശമായിരിക്കണം അച്ഛൻ തരണത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ധ്യാനത്തിനിരിക്കണത്. അന്നത്തെ ദിവസവും അതേപോലെ തന്നെ ഞാനിരുന്നു. എൻ്റെ ഡാഡി ഇത്രയും വലിയ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. എൻ്റെ ഡാഡി എന്നും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കണ ആളാണ്. ആ ആളുടെ ശരീരത്തിൽ ദ്രവിച്ചു പോണ ഒരു ഭാഗം ഉണ്ടാവാൻ പാടില്ല. കാരണം അമ്മയുടെ നേർച്ച വസ്തു മാത്രമാണ് ഇന്ന് എൻ്റെ ഡാഡി ഉപയോഗിക്കണത്. അതുകൊണ്ട് എൻ്റെ അമ്മ വൈകിട്ട് എൻ്റെ അമ്മ വിളിച്ചിട്ട് പറയണം, ഡാഡിക്ക് കുഴപ്പമൊന്നുമില്ല, റിസൾട്ടൊക്കെ തെറ്റായിരുന്നു എന്ന് തന്നെ പറയണം. ഇത് പറഞ്ഞ് ആരാധനയ്ക്ക് ഞാനിരുന്നു. പൊട്ടിക്കരഞ്ഞ് അമ്മ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ്റെ സന്ദേശം ഇത് തന്നെയായിരുന്നു, വിഷമഘട്ടത്തിൽ നീ ഉടമ്പടി ഒന്നും നിർത്തിപ്പോവരുത്, അമ്മ മാതാവിനോടും ഈശോയോടും ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ നിൽക്കരുത്, നീ സാവകാശം ഇരുന്ന് ഈശോയെ അമ്മ മാതാവിനെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവനോട് പ്രാർത്ഥിച്ചിരിക്കണം. ആ സമയത്ത് അമ്മ ഈശോയോട് പറയും, നിൻ്റെ പ്രതിസന്ധിയിൽ ഈശോ ഇടപെടും. അങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛൻ്റെ സന്ദേശം. അത് കേട്ട് എനിക്ക് വലിയ വിശ്വാസം തോന്നി. ഞാൻ അന്ന് ആരാധനയിൽ അച്ഛൻ്റെ ആരാധനയിൽ ഒരുപാടിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ ഡാഡിയെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നു. സാധാരണ ഡോക്ടർ വൈകിട്ടെന്ന് പറഞ്ഞ ഒരു രാത്രിയാവുമ്പോഴാണ് ഡോക്ടർ ചെക്കപ്പിന് വരാറുള്ളത്. അന്ന് എന്തോ ഞാൻ ചെന്നപ്പോൾ ഒരു വൈകുന്നേരം 5 മണിയോടുകൂടി ഡോക്ടർ എത്തി ഡാഡിയെ കാണാൻ. ഡാഡിയോട് പറഞ്ഞു, നാളെ തന്നെ ഡിസ്ചാർജ് ആക്കിക്കോളൂ, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ലങ്സ് ദ്രവിച്ചു പോണതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ സ്ക്രീനിലിട്ട് നോക്കിയപ്പോൾ അങ്ങനത്തെ യാതൊരുവിധ കംപ്ലൈൻറ്റും എൻ്റെ ഡാഡിക്കില്ലെന്ന് പറഞ്ഞു. അത് അമ്മ മാതാവ് തന്നെയാണ് ആ റിസൾട്ട് മാറ്റിമറിച്ചതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ എൻ്റെ ഡാഡി ഡിസ്ചാർജായി വീട്ടിൽ വന്നു. നാളെ മുതൽ എൻ്റെ ഡാഡി ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ്. അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. 2 മാസം 3 മാസമൊക്കെ ലേറ്റായിട്ടാണ് പീരീഡ്സ് വന്നുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല. പിന്നീട് അത് കൂടാൻ തുടങ്ങി. വന്നാൽ തന്നെ വലിയ ബ്ലീഡിംഗ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് PCOD ഉണ്ടാവും, എന്തായാലും സ്കാൻ ചെയ്യണം, എന്നിട്ടേ മരുന്ന് തരാൻ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ ഈ കാശ് രൂപം എടുത്ത്
പിടിച്ചു. അന്നൊരു ഒക്ടോബർ 2-ാം തീയതി ആയിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ, ഈ ഒക്ടോബർ 3-ാം തീയതി, അതായത് പിറ്റേ ദിവസം മുതൽ എൻ്റെ പീരീഡ്സ് എനിക്ക് വന്നാൽ അത് ഇനി ഒരിക്കലും എനിക്ക് തെറ്റരുത്, എനിക്ക് കറക്റ്റ് ആയിരിക്കണം. കാരണം എനിക്ക് സ്കാനിങ്ങിനൊന്നും പോകണ്ട, അങ്ങനത്തെ സാഹചര്യമൊന്നും ഇപ്പം എൻ്റെ കുടുംബത്തിലും ഇല്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ എനിക്ക് പീരീഡ്സുമായി. ആ പീരീഡ്സ് ഇന്ന് 3 വർഷമായി. എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല, കറക്റ്റായിട്ട് തന്നെ പീരീഡ്സ് വരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന സമയത്തൊക്കെ ഞാനിവിടെ വരും. ഇപ്പോൾ കുറേ നാളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരും. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എവിടെ നിന്നായാലും ഞാനിവിടെ എത്തും. അത് അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. പിന്നെ ഇവിടുത്തെ പേപ്പർ ഞാൻ എനിക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അനാഥ മന്ദിരങ്ങളിൽ, പിന്നെ ഹോസ്പിറ്റലിൽ, പിന്നെ സുഖമില്ലാത്ത ആരുടെ അടുത്തെങ്കിലും എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാനിത് എത്തിക്കും. അമ്മയുടെ നേർച്ച വസ്തുക്കളായാലും ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ആ നേർച്ച വസ്തു ഞാൻ എടുത്ത് കൊടുക്കും. ഉപ്പും അമ്മയുടെ തേനൊക്കെ ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അനാഥ മന്ദിരത്തിൽ പോവാറുണ്ട്, വൃദ്ധ മന്ദിരത്തിൽ പോവാറുണ്ട്. അവിടുത്തെ അമ്മമാരെയും അപ്പച്ചന്മാരുടെ അടുത്തേക്ക് പോയിരിക്കും, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഇവിടെ വന്നതിന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആദ്യമൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇതൊക്കെ കറക്റ്റായിട്ട് 2 വർഷമായിട്ട് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാം. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും ആദ്യമൊക്കെ മുടക്കിയാൽ എനിക്ക് വല്ലാത്ത സങ്കടമൊന്നും തോന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ കുടുംബം മുഴുവനും കുടുംബ പ്രാർത്ഥനയ്ക്ക് അതിനൊരുങ്ങിയിരിക്കും. ഞാനും എൻ്റെ ഹസ്ബൻഡും പറ്റാവുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അങ്ങനെ എൻ്റെ കുടുംബത്തെ വല്ലാത്ത സമാധാനം സന്തോഷമൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അമ്മ മാതാവ് വഴി എനിക്ക് നടത്തി തന്നത്. അതിനെല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതത്രേ. പ്രിയമുള്ളവരെ, ഓരോ വ്യക്തിയെയും കുറിച്ച് ദൈവമായ കർത്താവിന് കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട് എന്നുള്ള വലിയ ബോധ്യം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി വിനയപ്പെട്ട് അവിടുത്തെ വചനങ്ങളനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് തുടങ്ങും. നമ്മുടെ മുൻപിൽ മോനിഷ ജാക്സൺ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിലും കർത്താവിൻ്റെ പദ്ധതി എങ്ങനെയാണ് നിറവേറുന്നതെന്ന് ചോദിച്ചാൽ താഴ്മയോടുകൂടി ദൈവവചനത്തിനനുസൃതമായിട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴാണ് ദൈവികമായിട്ടുള്ള പദ്ധതികൾ നമ്മളുടെ ജീവിതത്തിൽ നിറവേറുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ പറയുകയായിരുന്നു, താൻ ഗർഭിണിയായിരുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് അവയവങ്ങളൊന്നുമില്ല. ഈ സഹോദരി ഉടൻ തന്നെ കൃപാസനത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. കൃപാസനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഫോൺ എടുക്കുന്ന സഹോദരി പറയുകയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കും. അതിനുശേഷം ഈ സഹോദരി പറയുകയാണ്, ഡോക്ടറിനെ കണ്ട് ചെക്കപ്പുകൾ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലെന്ന്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയായിരുന്നു, കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം അവനുണ്ടായ ചുമ, ശക്തമായിട്ടുള്ള ചുമ എങ്ങനെയാണ് വിട്ടുമാറിയതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു. അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ ലങ്സിൻ്റെ അസുഖം, ഡോക്ടർമാർ പറഞ്ഞു ലങ്സ് ദ്രവിച്ചു പോകുന്ന അസുഖമാണെന്ന്. പക്ഷെ ഉടമ്പടി തൈലത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു. അത്ഭുതകരമായിട്ടുള്ള ദൈവികമായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് രോഗാവസ്ഥ ഇവരെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പപ്പയുടെ കാലിലെ മുഴയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള സൗഖ്യത്തിൻ്റെ കരം ഇവരുടെ ജീവിതത്തിൽ വീശുന്നതായിട്ട് ഇവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഈ സഹോദരി പങ്കുവച്ചു പ്രസവിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ എടുത്തു മാറ്റിയതെന്ന് ഈ സഹോദരി പറയുകയായിരുന്നു.
പ്രിയമുള്ളവരെ, ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഇരു കരങ്ങളും അടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. ആദ്യമേ തന്നെ ഞാൻ ഈശോയുടെ നാമത്തിൽ, മാതാവിൻ്റെ നാമത്തിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പേര് രാഖി. ഞാൻ നെടുങ്കുന്നം സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നഴ്സാണ്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ജോലി ചെയ്യണമെന്നുള്ളത്. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി OET പരീക്ഷ എഴുതി. 2 വട്ടം എഴുതിയിട്ടും എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും. ഞാൻ ആദ്യം 2022 ഫെബ്രുവരി 20 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഒന്നും കൂടി ഞാൻ പോയി OET എക്സാം എഴുതി. പക്ഷേ എനിക്ക് അവിടെയും പരാജയമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 23, 2022 ആയിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഒരുപാട് വട്ടം പരീക്ഷ എഴുതി, പക്ഷേ എനിക്ക് എല്ലാം തന്നെ പരാജയമായിരുന്നു. എനിക്ക് ഈ വർഷം അവസാനം തന്നെ എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം തരണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ OET പരീക്ഷ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഒരു ട്രിപ്പിൾ വിൻ പ്രോഗ്രാം നമ്മുടെ നഴ്സുമാർക്ക് ജർമ്മനിയിലോട്ട് പോകാനുള്ള ഒരു ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഈ ഫ്രണ്ടിൻ്റെ വൈഫ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് എന്നോട് പറഞ്ഞു, അതൊന്ന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ ഇത്രയും വട്ടം OET പരീക്ഷ എഴുതി, ഈ ഇംഗ്ലീഷ് ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് കിട്ടാത്ത എനിക്ക് എങ്ങനെയാണ് ഒരു ജർമ്മൻ ലാംഗ്വേജ് കിട്ടുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അതിനെക്കുറിച്ച് ചിന്തിക്കാനേ ഞാൻ പോയില്ല. പക്ഷേ 2-3 ദിവസം എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് പ്രഷർ തന്നു. ഒന്ന് ചെന്ന് നോക്ക്, നമുക്ക് ദൈവം എങ്ങനെയാണ് നമുക്കൊരു പ്ലാൻ നമുക്ക് തരുന്നതെന്ന് അറിയത്തില്ല, ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഓൺലൈൻ വഴി തന്നെ അവർക്ക് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഇൻ്റർവ്യൂ സെലക്ഷൻ ആയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ അയച്ചു. അപ്പോഴും ഞാൻ ഈ OET തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. തിരുവനന്തപുരത്തായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം രാവിലെ ഒരു 9 മണിയാകുമ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്ത് ചെല്ലണമായിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ട്രെയിനാണ് കയറിയത്. സ്ലീപ്പറിലാണ് ട്രെയിൻ എടുത്തത്. അവിടെ ചെന്ന് ഞാൻ ഇരുന്നപ്പം ഞാൻ ഇരിക്കണ ഏരിയയിൽ ആരും തന്നെ ഇല്ല. അപ്പം ഞാൻ തന്നെയാണ് ഇരിക്കണത്. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു, മാതാവേ, ഞാൻ തന്നെയാണല്ലോ, എനിക്ക് പേടി വരുന്നുണ്ട് ഇവിടെ ഇരിക്കാനെന്ന് ഞാൻ പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഒരു തണുത്തൊരു സ്പർശം പോലെ അതിങ്ങനെ ഉണ്ടായി. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താ ഇങ്ങനെ ഉണ്ടാവണം. അത് ഒരു ത്രൂ ഔട്ട് ഞാൻ ആ തിരുവനന്തപുരത്ത് ചെല്ലുന്നോടം വരെ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇടവിട്ട് എനിക്കിങ്ങനെ ഒരു തണുത്തൊരു സ്പർശം എൻ്റെ കയ്യിൽ കിട്ടണ പോലൊരു അനുഭവം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. പിന്നീടുള്ള ഒരാഴ്ചകളിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഒരു തണുത്തൊരു സ്പർശം എൻ്റെ കൈ കിട്ടിയിരുന്നു. ഞാൻ പിന്നെ ഇവിടുത്തെ നേരത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ തണുത്തൊരു സ്പർശം ഉടമ്പടി എടുത്ത് ആൾക്കാർക്ക് കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അപ്പം അതെനിക്കിപ്പോൾ ഉള്ളിൽ തോന്നി, ഇതെൻ്റെ മാതാവ് എന്നെ ടച്ച് ചെയ്യുന്നതാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി. ഇത് ഞാൻ ടോട്ടൽ 3 വട്ടം ഉടമ്പടി എടുത്ത സമയത്തും ഈ ഒരു തണുത്തൊരു സ്പർശം എൻ്റെ ശരീരത്തിൽ നന്നായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2022 ഡിസംബർ ലാസ്റ്റ് ഡേ എനിക്കൊരു വൈകിട്ട് 11 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നതാണ്. അത് അവരെനിക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെയിൽ അയച്ചേക്കുന്നത്, നിങ്ങൾക്കിത് സെലക്ഷൻ ആയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴും കൂടി ഞാനിങ്ങനെ ഇത് എങ്ങനെ എനിക്ക് പഠിച്ചെടുക്കാം എന്നൊരു ചിന്തയായിരുന്നു, ഇതെനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന്. പിന്നീട് ഞാനിങ്ങനെ ഓർത്തു, മാതാവിന് വെച്ച ഉടമ്പടിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞതാണ്, മാതാവ് 2022 ലാസ്റ്റ് ഡേ എൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം കിട്ടണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ആ ഒരു ലാസ്റ്റ് ഡേ, അതായത് 2022 ലാസ്റ്റ് ഡേ
11 മണി ആയപ്പോഴാണ് എനിക്ക് കൃത്യം ഈ ഒരു മെയിൽ വന്നത്. ഒരു 1 hour കൂടെ കഴിഞ്ഞെങ്കിൽ അത് 2023 ആയനമായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ചിന്ത ഉണ്ടായത്, ഇത് ഞാൻ ആ മാതാവിന് കൊടുത്ത ആ ഒരു ടൈം തന്നെയാണ് എനിക്ക് ഈ മെയിൽ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ദൈവത്തിന് വേറൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉള്ളിലുണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ ഈ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ജനുവരി തൊട്ട് എനിക്ക് ജർമ്മൻ്റെ പഠിത്തം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് മലേഷ്യയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി. കൊറോണ വന്നു കഴിഞ്ഞ് പുള്ളിക്ക് തിരിച്ച് മലേഷ്യയിലോട്ട് പോകാൻ പറ്റിയിരുന്നില്ല. 3 വട്ടം പുള്ളി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ചെന്നു, പക്ഷേ അവർ കയറ്റിയില്ല. അവർ ആ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി നമ്മുടെ സാഹചര്യം കൊണ്ട് ദുബായിക്ക് പോയി. പുള്ളിക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി തന്നെ ഹസ്ബൻഡിന് മലേഷ്യയിൽ പോകാൻ പറ്റണേ എന്നൊരു നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ 2ാമത്തെ ഉടമ്പടിയുടെ സമയത്ത് അത് സാധിച്ചു കിട്ടി എനിക്ക്. പിന്നെ എൻ്റെ 2ാമത്തെ ഉടമ്പടി കഴിഞ്ഞ് എനിക്ക് ഈ പഠനമെല്ലാം ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ശരിക്കും തന്നെ മാതാവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനയൊക്കെ എനിക്ക് ഒരുപാട് കുറച്ചൊക്കെ എനിക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്കൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് മാതാവിൻ്റെ ലോക്കറ്റ് കാണാതെ പോയി. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു, ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ കുറച്ച് മുടക്കി, അതൊക്കെ കൊണ്ട് മാതാവ് എൻ്റെ അടുത്തു നിന്ന് തന്നെ പോയതാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു വിഷമിച്ചിരിക്കുമായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പം ഈ ലോക്കറ്റ് എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഒരു പറമ്പിൽ നിന്ന്, അത് ഒരിക്കലും ഞാൻ അവിടെ എങ്ങനെ പോയി, ഈ ലോക്കറ്റ് അവിടെ എങ്ങനെ ചെന്നു എന്ന് എനിക്കറിയത്തില്ല. അതെൻ്റെ കുഞ്ഞിന് ആ ലോക്കറ്റ് കിട്ടി. ആ എനിക്ക് എൻ്റെ ലോക്കറ്റ് എടുത്തുകൊണ്ട് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുവാണ്, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മുടെ കയ്യിൽ വന്ന് പിടിക്കും. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ കുറച്ച് മുടങ്ങിയില്ലെങ്കിൽ നമ്മളതൊന്നും ഇല്ലാതെ പിന്നെ മാതാവിൻ്റെ കൈവിട്ട് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിലോട്ട് ഓടി വന്ന് പിന്നെയും നമ്മളെ വന്ന് പിടിക്കണം, നമ്മുടെ അടുത്തോട്ട് ഓടി വരുന്ന ഒരു മാതാവിനെ എനിക്ക് മനസ്സിലായി. ആ മാതാവിൻ്റെ ഒരു സ്നേഹം ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈശോയോട് ഭയങ്കര അടുപ്പം ഉണ്ടായിരുന്നു, പക്ഷെ അതുപോലെ എനിക്ക് മാതാവിനോടൊരു അടുപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഉടമ്പടിയുടെ സമയത്ത് ആ മാതാവിനോടുള്ള ആ ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഫീലായി. പിന്നെ എൻ്റെ ജർമ്മൻ ലാംഗ്വേജിൽ എനിക്ക് B1 4 മോഡ്യൂൾ എഴുതിയെടുക്കണമായിരുന്നു. അതിൽ 2 മോഡ്യൂൾ നല്ല രീതിയിൽ പാടാണ്, 2 മോഡ്യൂൾ നല്ല രീതിയിൽ എളുപ്പമാണ്. അപ്പം ഞങ്ങൾക്ക് 2 അറ്റംപ്റ്റ് ഉണ്ട്. അത് പൈസ മുടക്കാതെ തന്നെ നമുക്ക് 2 അറ്റംപ്റ്റ് അവർ ഫ്രീ ആയിട്ട് നമ്മൾ എഴുതിപ്പിക്കും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എളുപ്പമുള്ള 2 അത് ആദ്യം അങ്ങ് എഴുതിയെടുക്കാം, ബാക്കി 2 പിന്നീട് എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ 2 മാസം കുത്തിയിരുന്ന് പഠിച്ചൊരൊറ്റ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടാതെ ബാക്കി 3 എനിക്ക് ഒറ്റ എഴുതി കിട്ടി. ആ ഒരു സബ്ജക്റ്റ് വളരെ എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ ഞാൻ 2023 ഒക്ടോബർ 23-ാം തീയതി ഞാൻ ഉടമ്പടി ഇവിടെ വന്നെടുത്തു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇതായിട്ട് എനിക്ക് ആ ഒരു സബ്ജക്റ്റ് കിട്ടി. അത് പക്ഷേ കിട്ടിയത് ഭയങ്കര ഒരു മതം എനിക്കൊരു വലിയൊരു ഗിഫ്റ്റായിട്ടാണ് കൊണ്ടു തന്നത്. കാരണം ഡിസംബർ 10-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ കേക്കൊക്കെ മേടിച്ച് വീട്ടിൽ മുറിക്കാൻ വേണ്ടി വെച്ചു. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർക്കുവാണ്, ഒരുപാട് നാളായിട്ട് എനിക്ക് ഒരിടത്തും എത്താനും പറ്റണില്ല, ഒരു പരീക്ഷ എഴുതി എനിക്ക് പാസ്സാവാനും പറ്റണില്ല. ഇപ്പം അവസാനം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് 3 പാസ്സായി, 1 ഇങ്ങനെ കിടക്കുന്നു. എല്ലാവരും വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ നമ്മളെ ഒരുപാട് അവഗണിക്കുന്നു. അവർ ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ട് നിനക്ക് പാസ്സാവാൻ പറ്റിയില്ല. ഒത്തിരി നമ്മൾ ഒരുപാട് വേദന നമ്മൾ അനുഭവിച്ചു. നമ്മൾ ഈശോയുടെ മുന്നിൽ ആരും കാണാതെ നമ്മൾ കരഞ്ഞതിന് ഒത്തിരി അതിരില്ല, അതുപോലെ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പം മാതാവിനോട് ഞാൻ വെറുതെ പറഞ്ഞു, മാതാവേ ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് പാസ്സാക്കി എന്നെ തരുമോയെന്ന് ഞാൻ അവിടെ മാതാവിൻ്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് ചോദിച്ചു. എന്നിട്ട് അന്ന് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിലെ മാതാവിൻ്റെ പെരുന്നാൾ പള്ളിയിൽ. അപ്പം അന്ന് ആ പള്ളിയിൽ പോയിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന് ബർത്ത്ഡേ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച് ഞാനും കുഞ്ഞും കൂടെ പള്ളിയിൽ പോയി. അവിടെ പോയിരുന്ന ഒരു കൊന്ത ചൊല്ലി ഞാൻ ഇറങ്ങി. അപ്പോഴും ഞാൻ മാതാവിനോട് അതാണ് ചോദിക്കുന്നത്, എന്ത് സന്തോഷം എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഈ പോയി കേക്ക് മുറിക്കാൻ പോകുന്നത് എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ആ
പള്ളിയിൽ നിന്ന് ഇറങ്ങി നടയിൽ നിന്നപ്പം തന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ എക്സാം എഴുതാനുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് വിട്ടിരിക്കുകയാണ്, റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ, നീ പാസ്സായാലോ അല്ലേ, അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് മെയിലെടുത്ത് ലിങ്ക് എടുത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, ഞാൻ പാസ്സായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ കേക്ക് അവിടെ വെച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ വന്ന് പൊട്ടിക്കരഞ്ഞത്, മാതാവ് ഞാൻ എങ്ങനെ കേക്ക് മുറിക്കുമെന്ന്. ഞാൻ അത്രയും സന്തോഷത്തോടെ ചെന്നിട്ടാണ് ഞാൻ ആ കേക്ക് മുറിച്ചത്. കാരണം ഞാൻ അത്രയ്ക്കും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് ഒരിടത്ത് പോകാൻ പറ്റിയില്ല, എനിക്കൊരു നല്ല ജോലി നന്നായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അതെനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് മാതാവ് എനിക്ക് ആ ഒരു സബ്ജക്റ്റ് എനിക്ക് തന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിന് ജനിച്ച സമയത്ത് സ്ക്രോട്ടത്തിൽ വെള്ളം കെട്ടി ഒരു ഹൈഡ്രോസിൽ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത് 3 വയസ്സ് വരെ നോക്കാം, ആ വെള്ളം വലിഞ്ഞില്ലെങ്കിൽ സർജറി വേണമെന്നായിരുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലവും പെരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു അത് നല്ല രീതിയിൽ വെള്ളം വലിയുന്നുണ്ട്, ഇനി നമുക്ക് സർജറിയുടെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടി നാൾ കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ വെള്ളം വലിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി തൈലം വെച്ച് വേറൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പശുവുണ്ട്. അപ്പോൾ ഈ പശുവിന് എന്തോ കഴിച്ച് ദഹനക്കേട് വന്നിട്ട് അതിന് വല്ലാതെ വയറൊക്കെ വീർത്ത് അത് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അന്നേരം വീട്ടിൽ ഞാനും എൻ്റെ അമ്മച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നാ ചെയ്യണമെന്നറിയാം. അപ്പോൾ എന്നോട് അമ്മച്ചി പറഞ്ഞിടി ഇവിടെ ചെന്നാലും മൃഗ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരണം, ഇതിങ്ങനെ നിന്ന് ഇത് പെട്ടെന്ന് ചത്തുപോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി തല എടുത്തുകൊണ്ട് ചെന്ന് ഈ പശുവിൻ്റെ തലയിൽ ഇങ്ങനെ തേച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. അവിടെ നിന്ന് ഞാൻ 3 വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ അമ്മച്ചി വന്ന് പറഞ്ഞു ഈ പശു ഇങ്ങനെ അയവിറക്കുന്നുണ്ട്, അതിപ്പം പുല്ല് തിന്നാൻ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അതും എനിക്കൊരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒന്നാമത്തെ ഉടമ്പടിയിൽ എനിക്ക് കാരുണ്യപ്രവൃത്തികൾ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ 2ാമത്തെ ഉടമ്പടിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന രോഗികളോടൊക്കെ തന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയും അവർക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് ഞാൻ ഇവിടുത്തെ കൃപാസന പത്രങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. കഴിക്കാൻ പൈസ തീരെയില്ലാത്ത ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു സഞ്ജീവനി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ മെൻ്റലായിട്ടുള്ള പേഷ്യൻസൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ അവരെയൊക്കെ ചെന്ന് നോക്കിയിട്ടുണ്ട്, അവർക്ക് ചെന്ന് ഞാൻ കെയറിങ് ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ കൃപാസനത്തിൻ്റെ പത്രം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് കൊടുക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. കാരണം നമ്മൾ കത്തോലിക്കരായിട്ട് തന്നെയുള്ള ആൾക്കാർക്ക് തന്നെ ചിലവർക്ക് ഇത് മേടിക്കാൻ മടി തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് വേറെ ചില ആൾക്കാർക്ക് പേടിയാണിത് നമ്മൾ കൊടുക്കുമ്പോൾ അയ്യോ ഇത് തൊടാവോ എന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറയാവുന്നത്ര ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിലവരുടെയൊക്കെ അവഗണനകൾ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനൊരു നിയോഗത്തിൽ എനിക്ക് ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ബൈബിള് വായിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ബൈബിളിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. പിന്നീട് എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സ് തോന്നി തുടങ്ങി നമ്മൾ മനസ്സിലാക്കിയതല്ല, അതിനപ്പുറത്തൊരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു ദൈവത്തെ അതിൽ ഫുൾ മീനിങ്ങോടുകൂടി നമുക്കത് മനസ്സിലാക്കി എടുക്കാനൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി. അതിനുവേണ്ടി ഞാൻ പിന്നെ ഒരു ബൈബിൾ സ്റ്റഡി എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാനിങ്ങനെ ബൈബിൾ സ്റ്റഡി കാണാറുണ്ട്. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെയാണ് എനിക്ക് ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ വിശുദ്ധമായിട്ടിരിക്കുക, നമ്മളെപ്പോഴും ഇങ്ങനെ വിശുദ്ധമായിട്ടിരിക്കുക. നമ്മളെന്തെങ്കിലും ഒരു ചെറിയ പാപം ചെയ്യുമ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു പാപഭാരം ഇങ്ങനെ ഉണ്ടാകുന്നു. പെട്ടെന്ന് ഞാൻ പോയി കുമ്പസാരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് ഒക്കെ ഈ ഒരു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ മാതാവിനോട് ഞാനീ പറയുന്നതെല്ലാം മാതാവ് ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്.
ഞാൻ യാത്ര പറയല്ല, മാതാവിനോട് ഞാൻ പറയുകയാണ്, മാതാവ് നമ്മൾ എൻ്റെ കൂടെ മാതാവ് വരണം, ഒന്നിച്ച് നമ്മൾ ഫ്ലൈറ്റിൽ കയറണം, ഒന്നിച്ച് നമ്മൾ ജർമ്മനി ചെന്നിറങ്ങണം, ഒന്നിച്ച് നമ്മൾ അവിടെ ചെന്ന് പേഷ്യൻസിനെ തൊടണം, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എനിക്ക് തന്നെത്താനെ എനിക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല, എൻ്റെ കൂടെ ദൈവം ഇല്ലെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു കഴിവുമില്ല എനിക്ക്. അതുകൊണ്ട് എൻ്റെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. 145 സങ്കീർത്തനത്തിൻ്റെ 18ഉം 19ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ മുൻപിലെ രാഖി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരി പറയുകയായിരുന്നു, നഴ്സിംഗ് കഴിഞ്ഞ് തനിക്ക് ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏത് ആശുപത്രിയിൽ ജോലി ചെയ്യുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് പുറത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടാകുന്നത്. അതിനുശേഷം അതിനുള്ള വഴികളൊക്കെ ഈ സഹോദരി പരിശ്രമിക്കുന്നു. പക്ഷെ ഒന്നും സഫലമാകാതെ എല്ലാം വിഫലമായിട്ട് പോകുന്നു. ആ സമയത്താണ് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള ആഗ്രഹവുമായിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട്, ഉടമ്പടി ബന്ധത്തിൽ പരിശുദ്ധ അമ്മയുടെ മകളായിട്ട് നിലനിന്നുകൊണ്ട് ഈ സഹോദരി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സമയത്താണ് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ തണുത്ത സ്പർശത്തിലൂടെ ഈ സഹോദരി അനുഭവിക്കുന്നത്. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന ഒത്തിരിയേറെ സഹോദരന്മാർ നമ്മളോട് പങ്കുവെക്കുന്നതാണ് പരിശുദ്ധ അമ്മ സ്പർശിക്കുന്നതായിട്ടുള്ള അനുഭവം സഹോദരങ്ങൾക്ക് ലഭിച്ചുവെന്ന്. ഈ സഹോദരിയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലുള്ള വലിയ സാന്നിധ്യത്തെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈ സഹോദരി പറയുകയാണ്, എനിക്ക് അരമണിക്കൂർ ഇടവിട്ട് എൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ സ്പർശമേൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. വീണ്ടും ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയെ നമ്മൾ വിട്ടുപോയാലും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ തേടി വരുന്നു അതുപോലെ ഉടമ്പടിയിലുള്ള മക്കളുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ അവരെ തേടി വരും. ഉടമ്പടി കാശുരൂപം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ ഈ സഹോദരി പറയുകയാണ്, അത്ഭുതകരമായിട്ട് എനിക്ക് കാശുരൂപം തിരികെ കിട്ടുന്നുവെന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് വിശ്വസ്തയോടുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് കൂടെ നടക്കും. പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥവും ഇടപെടലും ഉണ്ടാകുമെന്ന് ഈ സഹോദരി വളരെ ശക്തമായിട്ട് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ സാന്നിധ്യമായിട്ട് തിരുക്കുമാരൻ്റെ സ്പർശത്തിലൂടെ എങ്ങനെയാണ് അനുഗ്രഹം നൽകിയത്, രോഗസൗഖ്യം നൽകിയതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, അവസാനമായിട്ട് ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയും ഒത്ത് ഈ സഹോദരിക്ക് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യണം, അവിടെ ചെന്നിറങ്ങണം, പരിശുദ്ധ അമ്മയുമായിട്ട് പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോകണം, പേഷ്യൻസിനെ തൊടണം, സൗഖ്യപ്പെടുത്തണം. ഈ വലിയ വിശ്വാസവും ബോധ്യവും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഈ സഹോദരിക്ക് ലഭിച്ചതാണ്. കാരണം ഈ സഹോദരി പറഞ്ഞു, എനിക്ക് ഈശോയിൽ വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ പരിശുദ്ധ അമ്മയുമായിട്ട് ആഴമായിട്ടുള്ളൊരു ബന്ധമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം പരിശുദ്ധ അമ്മയുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെടുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുവഴിയായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന് കൂടുതൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നമ്മുടെ ക്രൈസ്തവ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ആൻസി, ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. പരിശുദ്ധി അമ്മയെ, കൃപാസന വരപ്രസാദ മാതാവേ, അമ്മയ്ക്ക് നന്ദി ഉണ്ടായിരിക്കട്ടെ. എനിക്ക് കിട്ടിയ സാക്ഷ്യം 2019 എൻ്റെ മമ്മിയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ തലയിലെ തലമുടി കുറേ ഭാഗത്തായിട്ട് പൊഴിഞ്ഞു പോയി. ശരിക്കും ഫ്രണ്ടിലും ഈ സൈഡിലുമാണ് പൊഴിഞ്ഞു പോയത്. ഒരു ദിവസം ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെന്നോട് പറഞ്ഞു, മമ്മിയുടെ തലമുടി മുഴുവൻ പൊഴിഞ്ഞു പോയല്ലോ എന്ന്. അപ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമുണ്ടായി. ശരിക്കും ഒരു ചിരട്ടയോളം വലുപ്പത്തിൽ തലമുടി ആ ഭാഗത്തെ മുഴുവൻ പൊഴിഞ്ഞു പോയി. ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ മമ്മിയോട് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു.
മമ്മി പറഞ്ഞു കൃപാസനത്തിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മമ്മി എൻ്റെ കൂട്ടുകാരി വന്നപ്പം തൈലവും എണ്ണയും തിരിയും ഉപ്പും കൊടുത്തു വിട്ടു. അത് ഞാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തലയിൽ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ, എൻ്റെ തലയിൽ മുഴുവൻ മുടി കിളുത്തു. അതിനുശേഷം ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ മുടി ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ വകഞ്ഞ് ആ കഷണ്ടി വന്ന ഭാഗം ഞാൻ കവർ ചെയ്യുകയായിരുന്നു. ദൈവം എനിക്ക് വളരെ സമൃദ്ധമായി എന്നെ അനുഗ്രഹിച്ചു. തലയിൽ മുഴുവൻ എനിക്ക് മുടിയുണ്ടായി. രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് വേദനയുണ്ടായി. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാം ചെയ്തപ്പോൾ എന്തോ ഒരു സംശയം പോലെ തോന്നി. പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ച് അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയ തടിപ്പ് പോലെ കണ്ടു. അപ്പോൾ ആ തടിപ്പ് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. ബയോപ്സി എടുത്ത് വിട്ടു. ആ സമയത്ത് ഇവിടുന്ന് ഉടമ്പടി ചെയ്തുകൊണ്ട് പോയ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരാഴ്ച മുഴുവൻ വളരെയധികം വിഷമത്തോടു കൂടി ഞാൻ നീറിയിരിക്കുകയായിരുന്നു. ഇനി എന്തേലും റിസൾട്ട് വേറെ വരികയാണെങ്കിൽ എന്തായിരിക്കുമെന്നോർത്ത്. എന്നാണേലും റിസൾട്ട് വന്നപ്പം അമ്മയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ, നെഗറ്റീവായിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത്. ഞാൻ എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ കൂടെയാണ് വന്നത്. അനിയത്തി ഇവിടെ വന്നപ്പോൾ കാലിൽ വേരിക്കോസ് വെയിനായിട്ട് ചെരുപ്പ് പോലും ഇടാൻ മേലാതെ കാല് മുഴുവൻ നീരായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുക്കുന്ന കൗണ്ടറിൽ നിന്നപ്പം നീ എനിക്ക് വേണ്ടി നിൽക്ക്, എനിക്ക് ഒരു ഉടമ്പടി എടുത്തതാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്നു. ആൻറ്റി അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കൗണ്ടറിൽ ചെന്ന് വയസ്സ് പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമായി പോയല്ലോ, ആൻറ്റി വളരെയധികം കഷ്ടപ്പെട്ട് ആണിവിടെ വരെ വന്നത്, എനിക്ക് എന്നാലും ഇനി ഉടമ്പടി എടുക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി വിഷമിക്കേണ്ട. ആൻറ്റിയുടെ വിഷമം കണ്ടപ്പം എൻ്റെ 6 നിയോഗത്തിൽ ഏറ്റവും ആദ്യത്തെ നിയോഗം ആൻറ്റിയുടെ നിയോഗമായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു. തിരിയും കൊണ്ട് പോയി. വീട്ടിൽ 90 ദിവസത്തിനുള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആൻറ്റി മമ്മീനെ വിളിച്ച് പറഞ്ഞു, എന്നോട് പറയണം എൻ്റെ കാല് പൂർണ്ണമായിട്ടും ഹീലായെന്ന്. അങ്ങനെ ആൻറ്റിയുടെ 6-7 വർഷം കൊണ്ടുണ്ടായിരുന്ന ആ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും ഹീലായി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ വർഷം വെക്കേഷന് വന്നപ്പം ഞാൻ ആൻറ്റിനെ കാണാൻ ചെന്നപ്പം എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ആട്ടെ എന്നിങ്ങനെ നീട്ടി വെക്കുകയായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം ആൻറ്റിയെ കാണാൻ ചെന്നപ്പോൾ കാല് മുഴുവൻ വീണ്ടും പൊട്ടി ഭയങ്കരമായിട്ട് വയ്യാതെ ആയിട്ടിരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിൽ തോന്നി, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താത്തതിൻ്റെ ആണോ, എന്നാൽ ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം ഇവിടെ വന്നത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ജോലി കയറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പം എല്ലാ പ്രാവശ്യവും ആരെങ്കിലും മെറ്റേണിറ്റി ലീവിന് പോകുമ്പോഴായിരുന്നു ആ ഇൻ്റർവ്യൂ വരുന്നത്. അങ്ങനെ 3 പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 3 പ്രാവശ്യവും പെർമനൻ്റ് ആയില്ല. 3ാമത്തെ പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടി. പരിശുദ്ധി അമ്മേ, കൃപാസന വരപ്രസാദ മാതാവേ, അമ്മയ്ക്ക് നന്ദി ഉണ്ടായിരിക്കട്ടെ. പിന്നെ എനിക്ക് ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയത് ഞാൻ കൂട്ടുകാർക്ക് കൊടുക്കുമായിരുന്നു. പറ്റുന്ന രീതിയിലെല്ലാം പൂർണ്ണ മനസ്സോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട്, മറ്റുള്ളവർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുവാനായിട്ട്, മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ള കൃപ ദൈവം എനിക്ക് തന്നു. കുർബാനകളിൽ സജീവമായിട്ട് പങ്കെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് സമർപ്പിക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് നൽകി. മറ്റുള്ളവർ എന്ത് ചെയ്താലും അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനായിട്ടുള്ള കൃപാവരം ദൈവം എനിക്ക് തന്നു. പരിശുദ്ധ അമ്മയെ, കൃപാസന വരപ്രസാദ മാതാവേ, ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാനൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ഒരു 6 മാസം മുന്നേ. അപ്പം പെട്ടെന്ന് എല്ലാം മറന്നു പോകുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഒരാഴ്ചത്തെ അവധി എടുത്ത് പഠിക്കാമെന്ന് തീരുമാനിച്ചു. ആ ആഴ്ചയിൽ വീട്ടിൽ കുഞ്ഞിന് 2 പേർക്കും അസുഖം വന്നു, പനിയായിട്ട് കിടപ്പായി. എക്സാമിൻ്റെ തലേ ദിവസം ആ അസുഖം എന്നിലേക്കും പടർന്നു, ഞാനും പനിയായിട്ട് കിടപ്പിലായി. അപ്പം എക്സാമിൻ്റെ തലേദിവസം ആയ കാരണം ഇമെയിൽ എഴുതി അവരോട് ആ ഡേറ്റ് മാറ്റി വെക്കാനൊന്നുമുള്ളൊരു സൗകര്യം ചോദിക്കുവാനായിട്ട് പറ്റിയില്ല. എങ്കിലും വളരെ വിഷമത്തോടു കൂടി ഞാൻ തോക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയി.
പരീക്ഷ എഴുതാനായിട്ട് ചെന്നപ്പോൾ ഈ കാശ് രൂപം ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് ഒരു കൊന്തയും പോക്കറ്റിലിട്ടുകൊണ്ട് ഞാൻ കൃപാസന മാതാവിനെ വിളിച്ച് പരീക്ഷ എഴുതി. പരീക്ഷയുടെ റിസൾട്ട് വന്നു. പരിശുദ്ധ അമ്മയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ പരീക്ഷയിൽ പാസ്സായി. പരിശുദ്ധ അമ്മയ്ക്കും നന്ദി, അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു, അമ്മ സഞ്ചാരി മാതാവാണ്, ഇവിടെ നിന്ന് നീ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വന്ന് നിന്നെ നിൻ്റെ പരീക്ഷകളിലും നിൻ്റെ പ്രയാസങ്ങളിലും സഹായിക്കുമെന്ന്. അതുപോലെ തന്നെ അമ്മ എന്നിൽ എടുത്തു വന്ന് ആ നീലമേലങ്കി കൊണ്ട് എന്നെ പൊതിഞ്ഞ് എന്നെ സഹായിച്ചു, എന്നെ സംരക്ഷിച്ചു. അമ്മയ്ക്ക് നന്ദി ഉണ്ടായിരിക്കട്ടെ. തൻ്റെ അമ്മയിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും കൃപാസനത്തിലെ അമ്മയെക്കുറിച്ച് അറിയുന്നതും. അങ്ങനെ അന്ന് മുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. വീണ്ടും ഇവിടെ വരുന്നു, കൃപാസനത്തിൽ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു. ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കാത്തുപരിപാലിച്ച് മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് തുടങ്ങുന്നു. പ്രിയമുള്ളവർ, ഈ സഹോദരി പറയുകയായിരുന്നു, എൻ്റെ മകള് എന്നോട് പറയുമ്പോഴാണ് എൻ്റെ തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയ കാര്യം എനിക്ക് മനസ്സിലാകുന്നത്. എത്ര വേദനയോടുകൂടി ആയിരിക്കും ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ദുരവസ്ഥ പറയുമ്പോൾ അത് കേൾക്കുക. നമ്മൾ ഒത്തിരിയേറെ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ ഒത്തിരിയേറെ ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ മാതാപിതാക്കളുടെ നൊമ്പരങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഈ സഹോദരി നൊമ്പരത്തോടുകൂടി പ്രാർത്ഥിക്കുകയും നൊമ്പരത്തോടുകൂടി തൻ്റെ ജീവിതാവസ്ഥയെ തിരിച്ചറിയുകയും തൻ്റെ രോഗാവസ്ഥയെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സഹോദരിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയായിരുന്നു, തൻ്റെ ബ്രസ്റ്റിൽ തനിക്ക് വേദന ഉണ്ടായപ്പോൾ അത് ക്യാൻസർ ആകുവാനായിട്ട് സാധ്യതയുണ്ടായിരുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മയോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വളരെ ശക്തമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന്. പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും, പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടുന്ന അനുഭവങ്ങളാണ് ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നത്. ഈ സഹോദരിയോടൊപ്പം നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ഇന്ദിരാ ശ്രീധരൻ. ഞാൻ വരുന്നത് മൂവാറ്റുപുഴ മണ്ണത്തൂർ കരയിൽ നിന്ന് വരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2004 9 എനിക്ക് ആദ്യമായിട്ട് സംഭവിച്ചത്, എനിക്ക് പണിക്ക് പോകുന്നതായിരുന്നു. പോകുമ്പോഴെല്ലാം തലവേദനയും ഛർദിയും ഉണ്ടായി. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വെച്ചെങ്കിലും ആസ്പത്രിയിൽ പോയി വണ്ടി വിളിച്ച് പോകും. പോകാത്ത ഇടവേളില്ല. അന്നേരം എല്ലാം പോകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, ഒരു ട്രിപ്പ് ഇടും, വേഗം വരും. പിന്നെ മടുത്തു. അങ്ങനെയായി ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് തൈലം വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പൂശി എൻ്റെ തലവേദന വിട്ടുമാറി. അതിൽ പിന്നെ ഇന്നുവരെയും എനിക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് 6 വർഷമായി തുമ്മലും ജലദോഷവും വിട്ടുമാറുന്നില്ലായിരുന്നു. അതുകൊണ്ട് അതും ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി അത് തൈലം പൂശി അതും വിട്ടുമാറി. ഇന്ന് വരെയും അതിൽ പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മോൾക്ക് ലൈഫ് ഇന്ത്യയിൽ നിന്ന് സ്ഥലവും വീടും കിട്ടി. അതിന് ആധാരം ചെയ്തു കഴിഞ്ഞ് അതിൽ നിന്ന് ഞങ്ങളറിയാതെ ആ ചേട്ടൻ മണ്ണെടുത്തു മാറ്റി. പഞ്ചായത്തിൽ ചെന്ന് പെർമിറ്റ് മേടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ പെർമിറ്റ് തരൂല്ല. ഞങ്ങൾ കയറി ഇറങ്ങി മടുത്തു. പോകാത്ത സ്ഥലമില്ല. എറണാകുളം കളക്ടറെ അടുത്ത് പോയി. എല്ലായിടത്തും പോയിട്ടും എല്ലാ വാതിലും അടഞ്ഞു. ഞങ്ങളിനി കയറി ഇറങ്ങാത്ത സ്ഥലമില്ല. അവസാനമായിട്ട് ഇവിടുന്ന് ഉപ്പും തൈലവുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരം കളക്ടറേറ്റിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഉപ്പ് സാറിൻ്റെ മേശപ്പുറത്തിട്ടു. സാറിനോട് ഞങ്ങൾ കരഞ്ഞു അപേക്ഷിച്ചു, സാറേ ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയില്ല, എൻ്റെ കൊച്ചിന് വീട് പണിയാൻ പെർമിറ്റ് കിട്ടിയില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല സാറേ, ഞങ്ങൾ മടുത്തു സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് സാറ് പഞ്ചായത്തിലേക്ക് വിളിച്ചു.
തിരുമാറാടി പഞ്ചായത്താണ് ഞങ്ങളുടെ. പഞ്ചായത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചപ്പം പറഞ്ഞു കൊടുത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഈ ചെവി കേൾക്കാൻ, എൻ്റെ കൊച്ചിൻ്റെ ചെവി കേൾക്കാൻ മേലായിരുന്നു, ചെവി കേൾക്കാൻ മേലാത്ത കൊച്ചായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഒത്തിരി വഴക്കെല്ലാം പറഞ്ഞു, എന്തുകൊണ്ട് കൊടുക്കാത്തത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കിട്ടി. പിറ്റേ ദിവസം പഞ്ചായത്തിൽ ചെന്നപ്പം ഞങ്ങളോട് പറഞ്ഞു, സാറ് ഇവിടുന്ന് പറഞ്ഞു വിട്ടു, പോയി മേടിച്ചോ, നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് പറയുക, ഇന്ന് വാ, ഇനി അടുത്ത ആഴ്ച ആട്ടെ എന്ന് പറഞ്ഞു. ആ സാറ് ഞങ്ങൾക്ക് ഫോൺ നമ്പർ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നമ്പറിൽ ഞങ്ങൾ തിരിച്ച് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് അന്നേരം തന്നെ ആ സാറ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് പോലും ആയില്ല, ഞങ്ങൾക്ക് അപ്പോൾ തന്നെ പെർമിറ്റ് കിട്ടി. വീട് വയ്ക്കാനുള്ള എല്ലാം ഞങ്ങൾക്ക് ശരിയായി. പിന്നെ പ്രേക്ഷകർക്കുള്ള ഞാൻ അനാഥ മന്ദിരത്തിൽ പോയി അവർക്ക് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം മേടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ പണിക്ക് പോണ വഴിക്ക് വെയിറ്റിംഗ് ഷെഡിലൊക്കെ ഇരിക്കുന്ന പാടില്ലാത്ത അസുഖങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ചായയും എല്ലാം മേടിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ പണിക്ക് പോകുന്നത്. പിന്നെയുള്ള എൻ്റെ കഴുത്തിൽ ഒരു പാലുണ്ണി പോലത്തെ 2 മുഴയുണ്ടായിരുന്നു, ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി അത് ഞാനൊന്ന് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ആ മുഴ കണ്ടില്ല. ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത് എങ്ങനെ പോയി എന്നുള്ള എനിക്ക് അറിയില്ല. അതും അങ്ങനെ മാറിക്കെട്ടി. എന്തൊരു ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയുള്ള വീടിൻ്റെ പെർമിറ്റിൻ്റെ വിഷയം ചേച്ചി പറഞ്ഞു. പല പ്രാവശ്യം ഇവർ കയറി നടന്നു, ആരും ഇവരെ മൈൻഡ് ചെയ്യില്ല. എന്നാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥൻ ഫോൺ നമ്പർ കൊടുത്ത് ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. ഇതാണ് ദൈവം ഇടപെടുന്ന വഴി. ഇത് ചേച്ചി പറഞ്ഞ ആദ്യത്തെ സാക്ഷ്യങ്ങളെല്ലാം പ്രകടമായിട്ടുണ്ട്. ഇയർ ബാലൻസ് വന്ന് 2 ആഴ്ച ഹോസ്പിറ്റലിൽ പോകണം, ഛർദ്ദിച്ച് കിടക്കും, എഴുന്നേൽക്കാൻ പറ്റില്ല. പക്ഷേ ചേച്ചിയുടെ വന്നതിന് ശേഷം ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷം, അതായത് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി, വർഷങ്ങളായി ഉണ്ടായിരുന്ന ആ ഒരു കുഴപ്പം ഇപ്പോൾ ഇല്ല. ചേച്ചിക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നില്ല. ഇത് കർത്താവ് ഇടപെട്ടു എന്നുള്ള വ്യക്തമായ തെളിവാണ്. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ തുമ്മലും ഇവിടെ വന്ന് പ്രാർത്ഥന ശേഷം മാറി എന്ന് പറയുന്നത് ദൈവം ഇവരുടെ കൂടെ നടന്ന അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ അടയാളമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.